ഇപ്പം ആണില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷേ 6 മണി കഴിഞ്ഞാൽ ആന ഉണ്ടാവും. അതുപോലെ തന്നെ വൈകിട്ട് രാവിലെ ഒരു 7:30 വരെ ഒരു മസനഗുഡി വൈബ്. മസനഗുഡി വൈബ്. ഇതാണ് കുളപ്പുങ്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പറഞ്ഞത്. അതായത് മതിച്ച ആനക്കാട്ടിന്റെ ഉള്ളിലെ ഒരു മലയുടെ മുകളിലായിട്ടുള്ള ഒരു അമ്പലാട്ടോ. നമ്മൾ അവിടെ ഇപ്പൊ പോകാൻ പറ്റുമോ നമുക്ക്? ഇല്ല, അവിടെ കാണുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതേ അതിന് നടക്കൊരു റോഡുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോണ വഴിക്ക് ഈ വഴിക്ക് പോയി എളുപ്പ വഴിക്ക് പോവാം. അതായത് ഒരു 4-5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഇതിൽ പോകണമെങ്കിൽ നല്ല തണുപ്പാണ്. അക്കേഷ്യയുടെ കംപ്ലീറ്റും അക്കേഷ്യയുടെ മരങ്ങളാട്ടോ. റോഡ് നല്ല തണുപ്പാണ്. നല്ല രസമുണ്ട് കേട്ടോ. അക്കേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ പേപ്പർ കമ്പനി അതിൻ്റെ കമ്പനി കേട്ടോ. ഇതെല്ലാം പേപ്പർ വെച്ചിട്ട് കൊണ്ടുപോകുന്ന മരങ്ങളാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ആൾക്കാർ പറയും ഇതിൻ്റെ പൂ അടിച്ചു കഴിഞ്ഞാൽ ശ്വാസമുട്ട് ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെയൊക്കെ കിട്ടോ. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വീടുകളുണ്ട്. പക്ഷേ ഇവിടെ ആനയുണ്ട്, നന്നായിട്ട് ആനയുണ്ട്. രാത്രിയിലൊക്കെ പാട്ടും പാടി കിടക്കുന്ന ആനകൾ കിട്ടോ. പോണ വഴിക്ക് കാണാൻ ആനയുടെ അപ്പുറത്തൊക്കെ കാണിക്കുന്നത്. സോളാറുണ്ടോ ഇത് ഗൈസ്, സോളാർ കമ്പികൾ മേലിക്കട നമ്മളെ ഈ മാല ബൾബ് തൂക്കിയാണ് ഇവിടെ സോളാർ ബൾബ് ഇടുന്നത്. മരം ചാറ്റിട്ട് ഒടിച്ചു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതാകുമ്പോൾ ആനയ്ക്ക് അങ്ങനെ മരം ചാറ്റി ഒടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടി. നേരത്തെ വലിച്ചു കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കൊണ്ട് ആനയ്ക്ക് എവിടെ നിന്ന് അടിച്ചാലും ഈ ആനയ്ക്ക് ഇറക്കത്തില്ല. അതുകൊണ്ട് ആന ഒന്നും ചെയ്യത്തില്ല. കംപ്ലീറ്റ് സോളാറാണ് എല്ലാ വീട്ടുകളിൽ. ഈ സോളാറൊക്കെ 6 മണിക്ക് ശേഷം സോളാറൊക്കെ ഒരു 6 മണിക്ക് ശേഷം ഓൺ ആക്കിയിട്ടുള്ള. പക്ഷെ ചിലവരുടെ വീടിന്റെ ഗേറ്റിന് മുമ്പിലെടുത്ത് സോളാറൊക്കെ ഇടുന്നുണ്ട്. അന്നേരം അവരവിടെ സെപ്പറേറ്റ് കണക്ഷൻ ആക്കി കൊടുക്കണം. അതുകൊണ്ടാണ് അറിയില്ല. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആന മഞ്ഞ കേട്ടോ. കംപ്ലീറ്റ് ആനകളുള്ള സ്ഥലമാണ്.